മലപ്പുറം കാളികാവ് ജനവാസ മേഖലയിൽ കാട്ടുപന്നിയുടെ ജഡം കണ്ടെത്തി. വന്യമൃഗം വേട്ടയാടി ഭക്ഷിച്ച നിലയിലാണ് ജഡം കണ്ടത്. അജ്ഞാത ജീവി ഓടിപ്പോകുന്ന കണ്ടതായി ഈ നാട്ടിലെ ആളുകൾ പറയുന്നു. സ്ഥലത്ത് വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം പ്രൈം ടൈമിൽ ചേരുകയാണ്. സമീർ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെ? നരഭോജി കടുവ ഭീതി വിതക്കുന്ന കാളികാവിലാണ് ഈ അജ്ഞാത ജീവി കാട്ടുപന്നിയെ ഭക്ഷിച്ച നിലയിൽ കാണുന്ന ഒരു ഘട്ടമുണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. മേലെ കാളികാവിലെ ഉള്ളാട്ടിൽ എസ്റ്റേറ്റിന് സമീപമാണ് കാട്ടുപന്നിയുടെ ജഡം നാട്ടുകാർ കാണുന്നത്. ഈ ഒരു അജ്ഞാത ജീവി ഭക്ഷിച്ച നിലയിലാണ് ജഡം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. പിന്നാലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇവിടെ ഒരു ക്യാമറ കൂടി സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ ക്യാമറയിലൂടെ ഇനി ഈ ജഡവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വന്യജീവികൾ വരുന്നുണ്ടോ എന്ന് വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്. ഇവിടെ എന്ന് പറയുന്നത് നേരത്തെ ഈ നരഭോജി കടുവയുടെ ആക്രമണം ഉണ്ടായ ഈ റാവുത്തർ കാടിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ ഈ വന്യജീവി ആക്രമണം ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കടുവ തന്നെയാണോ ആക്രമിച്ചത് എന്നുള്ള സംശയം നാട്ടുകാർക്ക് ഉണ്ട്. മാത്രമല്ല ഇതൊരു ജനവാസ മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആശങ്ക നാട്ടുകാർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആശങ്ക അതിവേഗം അകറ്റി വന്യജീവി ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പിടികൂടണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്.